ഇതുണ്ടെങ്കിലില്ലേ ചോറുണ്ണാനായിട്ട് പിന്നെ വേറെ ഒന്നും വേണ്ട കേട്ടോ. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേരിടാം. ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അതിനായിട്ട് ചെമ്മീൻ ഇതുപോലെ തല കളഞ്ഞെടുത്തിങ്ങായിട്ട് നന്നായിട്ട് കഴുകിങ്ങായിട്ട് ഒരു വെള്ളത്തിൽ കുതിർത്താനിടാം. ആ നേരം കൊണ്ട് ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞെടുക്കുക. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കുതിർത്താനിട്ട ചെമ്മീനില്ലേ അത് നേരെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ചെമ്മീനൊന്ന് കളർ മാറി വരുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഭയങ്കരമായിട്ട് മൊരിയിച്ചെടുക്കണ്ട കേട്ടോ. ഇനി ഇതൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഒരു പാത്രത്തിലേക്ക് കോരിടാം. ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങായിട്ട് ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വറ്റൽമുളകില്ലേ അത് ചതച്ചതും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച് ചെമ്മീനില്ലേ അത് അതിനകത്തേക്ക് തട്ടിക്കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിങ്ങായിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ കുറച്ചധികം നേരം തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ ചെമ്മീൻ്റെ അതുപോലെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും. നല്ല ചൂട് ചോറെടുക്കുക. ഇത് നേരെ ചോറിലേക്ക് തട്ടിക്കൊടുക്കുക. പിന്നെ വേറെ ഒരു കറിയും നോക്കണ്ട. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ.